അകിറ്റോ തന്റെ പുതിയ അപ്പാർട്ട്മെന്റിൽ നിന്നു. ഒരു കാർഡ്ബോർഡ് പെട്ടി മാത്രമായിരുന്നു അവന്റെ കൂട്ടുകാരൻ. നിശബ്ദത വളരെ വലുതായിരുന്നു. മാതാപിതാക്കളുടെ വീട്ടിലെ തിരക്കിട്ട ജീവിതത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തം. ഇതാണ് അത്, അവൻ മന്ത്രിച്ചു. ആവേശവും ചെറിയൊരു പരിഭ്രമവും അവന്റെ ശബ്ദത്തിൽ കലർന്നിരുന്നു. എന്റെ സ്വന്തം സാഹസിക യാത്ര തുടങ്ങുന്നു. ആദ്യത്തെ കുറച്ചു ദിവസങ്ങൾ സാധനങ്ങൾ പെറുക്കിവെക്കാനും പലചരക്ക് സാധനങ്ങൾ വാങ്ങാനും തന്റെ വെള്ള ഷർട്ടുകൾ പിങ്ക് നിറമാക്കാതെ വാഷിംഗ് മെഷീൻ എങ്ങനെ ഉപയോഗിക്കാമെന്ന് കണ്ടുപിടിക്കാനുമുള്ള തിരക്കിലായിരുന്നു. ഇൻസ്റ്റന്റ് നൂഡിൽസ് അവൻ നന്നായി പാകം ചെയ്തു. പക്ഷേ ഒരു സാധാരണ ഓംലറ്റ് ഒരു വലിയ വെല്ലുവിളിയായി മാറി. അവസാനം കരിഞ്ഞ ഒരു പാനിൽ കലാശിച്ചു. ഒരു ഉച്ചതിരിഞ്ഞ് ഒരു ഫ്ലാറ്റ് പാക്ക് ബുക്ക്ഷെൽഫ് കൂട്ടിച്ചേർക്കാൻ പാടുപെടുമ്പോൾ അവന്റെ വാതിലിൽ ഒരു മുട്ട് കേട്ടു. അത് റെയിനായിരുന്നു. അവന്റെ ഓറിയന്റേഷനിൽ കണ്ട ഒരു സൗഹൃദമുഖം ഒരു ടൂൾ ബോക്സുമായി. ഒരു സഹായം വേണോ? റെൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. നിങ്ങൾ നേരത്തെ ആ പെട്ടിയുമായി മല്ലിടുന്നത് ഞാൻ കണ്ടു. ഒരുമിച്ചവർ ബുക്ക്ഷെൽഫ് പൂർത്തിയാക്കി. താമസിയാതെ റെൻ ഒരു സ്ഥിരം സന്ദർശകനായി മാറി. പലചരക്ക് സാധനങ്ങൾക്ക് ഏറ്റവും നല്ല ഡീലുകൾ എവിടെ കണ്ടെത്താമെന്നും ഒരു പാത്രത്തിൽ എങ്ങനെ അരി പാകം ചെയ്യാമെന്നും ഉള്ള നുറുങ്ങുകൾ പങ്കുവച്ചു. റെന്റെ ക്ഷമാപൂർവമായ മാർഗനിർദ്ദേശം കാരണം അകിറ്റോ ഒരു നല്ല സ്റ്റർഫ്രൈ ഉണ്ടാക്കാനും പഠിച്ചു. കോളേജ് ജീവിതം ഒരു സമതുലിതാവസ്ഥയായിരുന്നു. പ്രഭാഷണങ്ങളും അസൈൻമെന്റുകളും പഠന ഗ്രൂപ്പുകളും അവന്റെ ദിവസങ്ങൾ നിറച്ചു. ഒരു രാത്രി വൈകിയുള്ള ഗെയിമിംഗ് സെഷൻ കാരണം ഒരു പ്രധാനപ്പെട്ട പ്രഭാത ക്ലാസ് നഷ്ടപ്പെടാതിരിക്കാൻ ഒരു ഷെഡ്യൂളിന്റെ പ്രാധാന്യം അകിറ്റോ പെട്ടെന്ന് മനസ്സിലാക്കി. ഒരു പഠന ഗ്രൂപ്പിൽ വെച്ച് അവൻ താമസിയാതെ മെയെ കണ്ടുമുട്ടി. അവൾക്ക് എല്ലാം കൃത്യമായി ക്രമീകരിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. കളർ കോഡഡ് നോട്ടുകളും സങ്കീർണമായ വിഷയങ്ങൾ വിശദീകരിക്കാനുള്ള കഴിവും അവൾക്കുണ്ടായിരുന്നു. വലിയ ജോലികളെ ചെറിയ ഘട്ടങ്ങളായി എങ്ങനെ വിഭജിക്കാമെന്ന് കാണിച്ച് മെയ് അകിറ്റോയെ അവന്റെ പഠനശീലങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായിച്ചു. ഒരു വൈകുന്നേരം അകിറ്റോ ഒരു വലിയ അലക്കുകൂമ്പാരത്തിലേക്കും ഒഴിഞ്ഞ ഫ്രിഡ്ജിലേക്കും നോക്കി നിന്നു. അമ്മയുടെ പാചകവുമെല്ലാം എളുപ്പത്തിൽ കിട്ടുന്നതും അവൻ ഓർത്തു. ഒരു നിമിഷം വീട്ടിലേക്ക് പോകാൻ തോന്നി. പക്ഷേ അപ്പോൾ അവൻ റെന്റെ സ്റ്റർഫ്രൈ പാചകക്കുറിപ്പും മെയുടെ ജോലികൾ ഓരോന്നായി ചെയ്യാനുള്ള ഉപദേശവും ഓർത്തു. അവൻ കുറച്ച് സംഗീതം വെച്ചു, അലയ്ക്കാൻ തുടങ്ങി, പച്ചക്കറികൾ അരിയാൻ തുടങ്ങി. അപ്പാർട്ട്മെന്റ് പതിയെ പാചകത്തിന്റെ സുഖകരമായ ഗന്ധം കൊണ്ട് നിറഞ്ഞു. താനുണ്ടാക്കിയ അത്താഴം കഴിക്കുമ്പോൾ അകിറ്റോ തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് നോക്കി. അത് തികഞ്ഞതായിരുന്നില്ല, പക്ഷേ അത് അവന്റേതായിരുന്നു. പാചകം ചെയ്യാനും വൃത്തിയാക്കാനും പഠിക്കാനും ആവശ്യമുള്ളപ്പോൾ സഹായം ചോദിക്കാനും അവൻ പഠിച്ചിരുന്നു. അവൻ ഒറ്റയ്ക്ക് ജീവിക്കുകയായിരുന്നില്ല, അവൻ വളരുകയായിരുന്നു. ഒരു മുതിർന്ന ആളാകാനുള്ള യാത്ര അപ്രതീക്ഷിത വഴിത്തിരിവുകൾ നിറഞ്ഞതായിരുന്നു. പക്ഷേ താൻ ഒറ്റയ്ക്കല്ലെന്ന് അകിറ്റോയ്ക്ക് അറിയാമായിരുന്നു. പുതിയ സുഹൃത്തുക്കളും പുതിയ കഴിവുകളും വർദ്ധിച്ചുവരുന്ന ആത്മവിശ്വാസവും കൊണ്ട് കോളേജ് ജീവിതവും പ്രായപൂർത്തിയായ ജീവിതവും എന്തു നൽകിയാലും അതിനെ നേരിടാൻ അവൻ തയ്യാറായിരുന്നു. അവന്റെ സാഹസിക യാത്ര ശരിക്കും തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ.